വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഒരു ഡ്രോയിങ് ഹാൾ, അതിനോടനുബന്ധിച്ച് നേരെ കാണുന്ന ഒരു സ്പൈറൽ സ്റ്റെയർകേസ്. വീട് നിർമ്മാണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ വരച്ച് എങ്ങനെയെങ്കിലും ഒരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിലല്ല. അത് മനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ട് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ ഈ ഗൃഹനിർമ്മാണം കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഒരു ശൈലി, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ, സാധാരണ നമ്മുടെ മനസ്സിലൊക്കെ പലപ്പോഴും ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. കേരളീയ തനിമയോടുകൂടിയുള്ള കേരളത്തിൻ്റെ ആ തനതായിട്ടുള്ള ശൈലി ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മാണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതൊരു ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ അതിൻ്റെ ഒരു വ്യൂ നമ്മൾ നോക്കുക. അത് നോക്കുമ്പോഴത്തേക്ക് അത് ഒരു ശരിക്കും പറഞ്ഞാൽ എത്രയോ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം ഒരു വരാന്തയുടെ ഒരു ചരിഞ്ഞ റൂഫ്, ഒരു പൂമുഖം, അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഒരു ബാൽക്കണി, അതിന് അപ്പുറം ഇപ്പുറമായിട്ട് വീണ്ടും രണ്ട് സ്ലോപ്പ് റൂഫുള്ള ഒരു റൂഫ്, ഏറ്റവും ഏറ്റവും അവസാനം ഒരു കുതിരക്കാലോട് കൂടി ഉള്ള ഒരു ടവർ റൂം. ഇത്രയാണ് അതിൻ്റെ എലിവേഷനിൽ നമ്മളെ പെട്ടെന്ന് നമ്മളെ മനസ്സിനെ ആകർഷിക്കുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിൽ കടന്നു വരേണ്ടത് ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പടിപ്പുര. ആ പടിപ്പുര എന്ന് പറഞ്ഞാൽ ആ വീടിനോട് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ ഇത് കൊടുത്ത് അതിൻ്റെ ഡിസൈൻ വർക്കുകളൊക്കെ തന്നെ പഴയ കാലത്തുള്ള ആ തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു പടിപ്പുര. ആ പടിപ്പുരയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഈ ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നു. അതിന് ചുറ്റും നല്ല അതിമനോഹരമായിട്ട് ഭംഗിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർലോക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ ആ മുറ്റം അത്രയും ഭംഗിയായി ചെയ്ത്, അത് കഴിഞ്ഞ് വരാന്തയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡിൽ വരാന്തയും ഒരു പൂമുഖമുണ്ട്. ഇതിൽ തന്നെ കാണുന്ന പില്ലേഴ്സ്, അതും നമ്മുടെ പഴയ കാലത്തുള്ള പിന്നെ തൂണുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അതിൻ്റെ വർക്കും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ കെട്ടിടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഗേബിൾസ്, അല്ലെങ്കിൽ മുഖപ്പെന്ന് പറയും, അത് പൂർണ്ണമായിട്ടും തടി കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അത് അതിന് വളരെ പ്രകടമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആകർഷണത നമുക്ക് മനസ്സിൽ ഓടിയെത്തും. ഞാൻ ഇതിൻ്റെ ഏരിയ ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഇത് 19.5 സെൻറ്റിലാണ് വീട് പണിതിരിക്കുന്നത്. കിഴക്കോട്ട് ചരിഞ്ഞ ഒരു സ്ഥലമാണ്. പടിഞ്ഞാറ് ഉയർന്ന് കിഴക്കോട്ട് ചരിഞ്ഞ വാസ്തുപരമായിട്ട് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമിയിലാണ് വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ 2455 സ്ക്വയർ ഫീറ്റും ഗ്രൗണ്ട് ഫ്ലോറ് 2793 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് 1564 സ്ക്വയർ ഫീറ്റും കൂടാതെ ഒരു ഹെഡ് റൂമുണ്ട്, ടവർ പോലെ, അത് 283 സ്ക്വയർ ഫീറ്റും കൂടി ചേർന്ന് മൊത്തം 7096 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു നല്ല ഒരു വീടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അതിൻ്റെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ആ വീട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലെ ദർശനം അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്ലാൻ ഞാൻ വരച്ചാലും നിർമ്മാണം നടത്തിയാലും പൂർണ്ണമായിട്ടും വാസ്തുവിദ്യയുടെ മെഷർമെൻറ്റുകൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 75 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് അതിൻ്റെ മെയിൻ വീടിൻ്റെ ചുറ്റളവായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ദീർഘവിസ്താരം പറയുകയാണെങ്കിൽ 15 മീറ്റർ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 21 കോൽ 6 അങ്കുലവും 1194 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 16 കോൽ 14 അങ്കുലം എന്നുള്ള വിസ്താരവും കൂടെ ചേർന്ന ഒരു 75 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് ഈ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുമ്പോൾ സ്റ്റെയർ കയറി വന്ന് തീരുന്ന ലാൻഡിങ്ങിൽ അവിടെ വിശാലമായിട്ട് ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. അത് 5 കോൽ 6 അങ്കുലം എന്നുള്ള വിസ്താരത്തിലുള്ള ഒരു കണക്കാണ്. 378 × 624 എന്നുള്ള കണക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം 6 കോൽ 6 അങ്കുലവും 5 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കിനാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതിൻ്റെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് ആ ലാൻഡിങ്ങിൽ നിന്ന് ഒരു ചെറിയൊരു ബാൽക്കണി കിഴക്കോട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ, അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മിക്കവാറും
നമ്മുടെ PTP നഗറും ട്രിവാൻഡ്രം സിറ്റിയൊക്കെ കാണത്തക്ക രീതിയിൽ ഉയർന്ന ഒരു സ്ഥലത്താണ് ആ ഈ വീട് ഇരിക്കുന്നത്. അതിന്റെ പ്രകൃതി ആസ്വദിക്കുന്ന രീതിയിൽ ഒരു ബാൽക്കണിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ എലിവേഷൻ നമ്മളിപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൂടി നമ്മൾ മനസ്സിരുത്തി നോക്കിയാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഒരു എന്താ പറയുക, ഒരു സൃഷ്ടി. ഇതിനെ വീട് നിർമ്മാണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ വരച്ച് ഇങ്ങനെയെങ്കിലും ഒരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിലല്ല. അത് മനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ട് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ്. അത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എലിവേഷൻ്റെ ഓരോ പാർട്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് എത്രമാത്രം നമ്മൾ അതിനകത്ത് ഒരു മാനസികമായി നമുക്കൊരു സന്തോഷവും ഒക്കെ അതിനകത്ത് അനുഭവപ്പെടും. എൻ്റെ ഏറ്റവും മുകളിൽ ഒരു ടവർ റൂമുണ്ട്. ആ ടവർ റൂമിൽ തന്നെ നോക്കണം, കുതിരക്കാലും ചാരുപടിയും ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് ഏറ്റവും പ്രകൃതി രമണീയമായിട്ട് ലയിച്ച് അവിടെ ഇരുന്ന് നാല് ചുറ്റും ഇതൊക്കെ കാണത്തക്ക രീതിയിൽ അത് പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ആ വീടിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബാൽക്കണി വരുന്ന തൊട്ടു താഴെയുള്ള പൂമുഖത്തിൻ്റെ ഒരു മുഖപ്പും അതിനോട് ചേർന്ന് ഒരു ചാരുപടി ചാരിയിരിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടെ കൊടുത്ത് അത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു വരാന്തയുണ്ട്. അതിൽ ഗ്രാനൈറ്റ് ഫ്ലോറ്. ആ ഫ്ലോർ കഴിഞ്ഞാണ്ട് അതിൻ്റെ വുഡ് പാനലിംഗ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ അറയും നിരയും പോലെ മരം കൊണ്ട് ചെയ്തിട്ടുള്ള വുഡ് പാനലിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തേക്കും തടിയിൽ തന്നെ അതിമനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൊത്തുപണികൾ, അതിൻ്റെ ആ ഒരു പിന്നെ വുഡ് വെച്ച് മുറുക്കി അതിൻ്റെ ഒരു പാനലിംഗ്, അതിന് പാനലിംഗ് കമ്പ് എന്നാണ് പറയുന്നത്. അതും മാക്സിമം നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വീടാണ്. അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഇതൊക്കെ എൻ്റെ ഒരു നിർമ്മാണത്തിൽ ഞാൻ കൊണ്ടുവന്ന ഒരു പ്രത്യേകത. കേരളം ഒട്ടുക്ക് ആളുകൾ അത് അനുകരിക്കുന്ന രീതിയിലേക്ക് എത്താനായിട്ട് എൻ്റെ ഈ നിർമ്മാണങ്ങൾ അന്ന് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ പറ്റും. പിന്നെ ഉള്ളത്, നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഇത്രയും ഞാൻ സൂചിപ്പിച്ചത്. ഒരു 2006 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് 2026 ആകുമ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ അന്ന് ഞാൻ ചെയ്തൊരു വീടും ഞാൻ ആ വീട്ടിലെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും നല്ല രീതിയിലുള്ള ഗൃഹനിർമ്മാണം കേരളീയ തനിമയോടുള്ള വീടുകൾ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനത്തിനും കൂടി വേണ്ടിയാണ് ഞാനിത് ഇത്രയും പറയാനായിട്ട് താല്പര്യപ്പെട്ടത്. ഞാൻ ചെയ്ത ഇതുവരെയുള്ള യൂട്യൂബ് വഴി അനേകം വീടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്നവർ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യും. ഇനിയും എനിക്കിതുപോലെ വീഡിയോകളും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട ഒരു പ്രോത്സാഹനം തരണമെന്നും കൂടുതൽ ആളുകൾ ഇത് കാണത്തക്ക രീതിയിൽ അത് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.